ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗുവെ ചാനൽ. ഭൂത് ബംഗ്ല അക്ഷയ് കുമാർ, തബു, വാമിക ഗബ്ബി എന്നിവരെയൊക്കെ പ്രധാന വേഷത്തിലാക്കി നമ്മുടെ ക്രാഫ്റ്റ്സ്മാൻ മാസ്റ്റർ ക്ലാസ് ലെജൻഡറി ഡയറക്ടർ പ്രിയദർശൻ ഒരുക്കിയ ഒരു ഹിന്ദി ഹൊറർ കോമഡി ചിത്രം. ഇതിനു മുമ്പ് 2007 ഭൂൽ ഭുലയ്യ ഈ അക്ഷയ് കുമാറും ഇതേ സ്റ്റാർ കാസ്റ്റൊക്കെ ഉള്ള ഒരു സിനിമ, ഒരു ഹൊറർ കോമഡി ഇതിനു മുമ്പും പ്രിയദർശൻ ഹിന്ദിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പിന്നോക്കമായിട്ടാണോ അല്ലെങ്കിൽ അടുത്തൊരു ചാപ്റ്റർ ആയിട്ടാണോ ഏത് രീതിയിൽ വേണോ നിങ്ങൾക്ക് എടുക്കാം. സിനിമയിലേക്ക് വരുമ്പം അതേമാതിരി ഹിന്ദി ഓഡിയൻസിന് വേണ്ടിയിട്ട് എടുത്ത ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത് പേഴ്സണലി. കാരണം നമ്മൾ കണ്ടു മടുത്ത, ചിരിച്ചു മടുത്ത, കണ്ടാൽ വെറുക്കുന്ന അല്ലെങ്കിൽ ഒരു റാസിസ്റ്റ് കോമഡി, ഒരാളെ മുഖത്ത് നോക്കി കളിയാക്കുക, മുഖം വെച്ച്, ശരീരം വെച്ച്, കളർ വെച്ച്, നിറം വെച്ച്, റാസിസം, അങ്ങനത്തെ കോമഡികളൊക്കെ നിറഞ്ഞ്, അതായത് അത് അവർക്ക് ചിലപ്പോൾ വർക്കൗട്ട് ആവും. നമുക്ക് കണ്ട് മടുത്ത് നമ്മളിപ്പോൾ പുരോഗമനവാദികളും ഭയങ്കര എഡ്യൂക്കേഷണലും ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമുക്കിപ്പോൾ ഇങ്ങനത്തെ കോമഡികളൊക്കെ വന്നാൽ നമുക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാനൊന്നും കഴിയില്ല. പിന്നെ സെൻസിറ്റീവും കൂടെയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ പിന്നെ അതിൽ പൊട്ടിത്തെറിക്കാൻ വേണ്ടിയിട്ടും കാത്തിരിക്കുന്നവരാണ് ഇപ്പോൾ കേരളത്തിലുള്ളവർ. അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെ കണ്ടുമടുത്ത നമുക്ക് ഈ കോമഡീസും ഈ പടവും വർക്കാവില്ല. എനിക്കും വർക്കായിട്ടില്ല. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തേക്ക്. സിനിമയിൽ വരുമ്പോൾ ഒരു സുപ്രധാന കഥാപാത്രത്തിലായിട്ട് അക്ഷയ് കുമാർ വരുന്നുണ്ട്. അക്ഷയ് കുമാർ അറിയുള്ളൂ. അക്ഷയ് കുമാർ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ധ്യാൻ ശ്രീനിവാസനാണ് ഇപ്പോൾ. അതായത് എടുക്കുന്ന പടങ്ങളൊക്കെ പൊട്ടിക്കുക, അതിപ്പോൾ റീമേക്ക് ആയാലും ഒറിജിനൽ ആയാലും പൊട്ടിച്ച് തള്ളുക, പൊട്ടിക്കുന്ന പടത്തിലും താൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ള നിർബന്ധം കാണിക്കാൻ ഈ സിനിമയിലും അക്ഷയ് കുമാർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വേറെ ആരും പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്നില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും. ഇപ്പോൾ സൂര്യനെ പൊട്ടറൊക്കെ പുള്ളിക്കാരൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവിടെ വധമൊക്കെയാണ്. സൂര്യ അഭിനയിച്ച് ജീവിച്ച് നാഷണൽ അവാർഡ് നേടിയ സിനിമയാണ് സൂര്യപുത്ര. അതിൻ്റെ പേര് പറഞ്ഞു പോയി ഹിന്ദിയിൽ. ആ സിനിമയൊക്കെ ഇറക്കി എന്തൊക്കെ ചെയ്ത് അത് ഇറങ്ങിയതാരും അറിഞ്ഞിട്ടില്ല സത്യത്തിൽ. പിന്നെ ഇതുപോലെ വിജയുടെയും തുപ്പാക്കി അങ്ങനെ റീമേക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുള്ളിക്ക് ഇങ്ങനെ റീമേക്ക് ചെയ്യുക, ഏതെങ്കിലും പടമായിട്ട് ഇങ്ങനെ കൂട്ടിക്കൊഴിക്കുക എന്നുള്ള ഒരു സിറ്റുവേഷൻസ് ആണ്. അല്ലാതെ പ്രത്യേകിച്ച് ഒരു പടം എടുക്കുക, പ്രത്യേകിച്ച് ഒരു ബെഞ്ച് മാർക്ക് ചെയ്യുക എന്നുള്ളൊരു അറ്റൻഷൻ സീക്ക് ചെയ്യുക എന്നുള്ളൊരു ഇതൊന്നുമില്ല. എന്തെങ്കിലും മണ്ടത്തരത്തിലുള്ള സിനിമകൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സിനിമ ഈ പ്രിയദർശൻ പഴയ നമ്മൾ കണ്ട മടുത്ത പ്രിയദർശൻ ചെയ്ത സിനിമകളിലുള്ള അതേ കോമഡികളും കാര്യങ്ങളും തന്നെ ഈ സിനിമയിൽ കുത്തിനിറച്ചിട്ടുണ്ട്. അത് ഒരു സീൻ മാറ്റാതെ സെയിം സീന് ഇവിടെ ആൾക്കാർ മാത്രം മാറിയിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ ഒരു ഇന്ന സിനിമയിൽ ഇപ്പം ചിത്രം സിനിമ അല്ലെങ്കിൽ വെട്ടൻ സിനിമ, അതിലൊരു കോമഡി നമ്മൾ കണ്ടു, സെയിം കോമഡി ഇവിടെ നടക്കുകയാണ്. ബട്ട് ഇവിടെ ആള് മാറിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് പുതുമൊന്നുമില്ലാതെ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവിടുത്തെ ഓഡിയൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അവിടുത്തെ ഓഡിയൻസിനെ തിയേറ്ററിലേക്ക് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഹൊറർ കോമഡി സിനിമയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അതായത് ആ കോമഡികളൊക്കെ അവർ പൊട്ടിച്ചിരിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും, പൊട്ടിച്ചിരിച്ചുകൊണ്ട്. കാരണം എൻ്റെ അടുത്ത് 1-2 ഹിന്ദിക്കാരന്മാർ, ബംഗാളികളാണ്, അവരൊന്നിരുന്ന് അവരൊക്കെ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അപ്പം അവരറിഞ്ഞിട്ട് ചിരിക്കുന്നതാണോ അതോ എല്ലാവരും ഇങ്ങനെ അകത്തിട്ട് ചിരിക്കുന്നതാണെന്നൊന്നും എനിക്കറിയില്ല. ആ സിനിമയിൽ വരുമ്പോൾ തന്നെ പ്രത്യേകിച്ച് പെർഫോമൻസ് വൈസും അങ്ങനെ ആരും കൊള്ളാവുന്ന പെർഫോമൻസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അക്ഷയ് കുമാറിന് ഞാൻ പറഞ്ഞില്ല, അക്ഷയ് കുമാർക്ക് എന്തിനു വേണ്ടി അഭിനയിക്കുന്നതെന്ന് അക്ഷയ് കുമാറിന് ഒരു പിടിയില്ലാത്ത രീതിക്കാണ് അക്ഷയ് കുമാർ അഭിനയിക്കുന്നത്. പിന്നെ തബു ഒക്കെ വരുന്നുണ്ട്. ഒരു മിഡിൽ ഏജ് മധ്യവയസ്ക പ്രണയങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇതൊക്കെ കൂട്ടിച്ചേർത്തെന്നാണ് തോന്നുന്നത്. പിന്നെ വാമിക ഗബ്ബി കൊള്ളായിരുന്നു, തരക്കേടില്ലായിരുന്നു, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കുറേ ഊള കോമഡികൾ, അത് ഒരു ബന്ധവും ഇല്ലാത്ത, അല്ലെങ്കിൽ അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ആ ഹിന്ദി ഓഡിയൻസിനെ പുള്ളാൻ വേണ്ടിയിട്ട് കുറച്ച് ഊള കോമഡിയും കാര്യങ്ങളുമായിട്ട് ഞാനും ഇങ്ങനെ പ്രിയദർശൻ കോമഡി ആയിരിക്കും, പ്രിയദർശനായിരിക്കും കുറച്ചൊക്കെ എക്സ്പെക്ട് ചെയ്തു. ബട്ട് ആ ഒരു എക്സ്പെക്ടേഷൻ ഒന്നും നിലനിൽക്കുന്നില്ല ഈ സിനിമ. അതാണ് എനിക്ക് 100% പറയാനുള്ളത്. നിങ്ങൾ പോയി കാണണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം കാണാനൊന്നും അതിലില്ല, അതിലെന്താണുള്ളതെന്ന് ഒരു പിടിയും ഇല്ല. എന്തൊക്കെ കാണിച്ചു കൂട്ടി വെച്ചിരിക്കുന്നു അക്ഷയ് കുമാറിന് ഒന്നല്ലേ റീമേക്ക് എടുക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും കൊന്നിട്ട് ഏതെങ്കിലും ഒരു പടം എടുക്കണം, അഭിനയിക്കണം, പ്രൊഡ്യൂസ് ചെയ്യണം. എനിക്ക് തോന്നുന്നു ഒരു എന്താ പറയുക, ഒരു കരിയർ അച്ചീവ് ചെയ്യേണ്ട ഒരു സിനിമ എടുക്കുക, അല്ലെങ്കിൽ കുറച്ചൊരു നല്ല സിനിമ എടുക്കുക. പുള്ളി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് പ്രീതം അത്യാവശ്യം നല്ല മ്യൂസിക്കും പാട്ടുകളൊക്കെ ചെയ്യുന്ന പുള്ളിയാണ്. ബട്ട് ഈ സിനിമയിൽ മ്യൂസിക് എന്ത് ചെയ്തെന്ന് എനിക്ക് ഒരു കണക്ഷനും ഇല്ലാത്ത മ്യൂസിക് ഒന്നും തോന്നുന്നില്ല. പ്രീതം എനിക്ക് ഇഷ്ടമുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്. പുള്ളി ഈ സിനിമയിൽ എന്താണ് കാണിച്ചു കൂട്ടിയെന്ന് എനിക്കറിയില്ല. പിന്നെ ടെക്നിക്കൽ വൈസ് ആയിരുന്നാലും ഒരു കാര്യവും ഓക്കെ അല്ല.
അത് പിന്നെ സ്റ്റോറി സ്ക്രീൻ പ്ലേയും ഡയറക്ഷനിൽ തന്നെ പാളിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിലൊന്നും പിന്നെ പാളിയില്ലെങ്കിൽ അതിശയമുള്ളൂ. അപ്പോൾ പിന്നെ ഈ പ്രിയദർശൻ സാറ് ഈ നമ്മളെ ലെജൻഡറി ഫിലിം മേക്കർ ഇങ്ങനെ ഒരു പടം ചെയ്യുമ്പോൾ അത് പോയി ഒന്ന് കണ്ടു നോക്കാമെന്ന് വിചാരിച്ചൊന്ന് കണ്ടതാണ്. എന്താണ് ആയിരിക്കും ഹൊറർ കോമഡിയൊക്കെ പുള്ളിക്കാരനെ കാണും. മലയാളത്തിൽ എനിക്കൊന്നും ഒരു കോമഡി ക്രാഫ്റ്റ്സ് ഇത്രയും നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യുക, അതൊക്കെ ആ ഒരു സ്റ്റേജ് വർക്ക് നന്നായിട്ട് ചെയ്യുക എന്നുള്ളത് പറയുന്നത് നമ്മൾ പ്രിയദർശനെ കണ്ട് പഠിക്കുകയാണ്. പ്രിയദർശൻ്റെ ആ ഒരു കോമഡി സ്റ്റേജും കോമഡിയും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ആ പ്രിയദർശൻ ഇതിൽ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ പ്രിയദർശൻ ചെയ്ത സിനിമകളിലെ അതേ റെഫറൻസുകൾ തന്നെ ഈ സിനിമയിലേക്ക് പുട്ട് ഔട്ട് ചെയ്തിട്ട് ഈ സിനിമയിൽ കാസ്റ്റ് മാറ്റുന്നു എന്നേ ഞാൻ കണ്ടിട്ടുള്ളൂ. ചില കോമഡികൾക്ക് എനിക്ക് മലയാള സിനിമയിലെ വളരെ റിസംബ്ലൻസ് ആയിട്ട് തോന്നി. ഞാൻ എവിടെയോ കണ്ട് മടുത്താൽ എവിടെയോ കണ്ടു പോയ കോമഡികളായിട്ട് എനിക്ക് തോന്നി. മൊത്തത്തിൽ ഭൂത് ബംഗ്ലാവല്ല ഒരു ബംഗ്ലാവിലേക്ക് കയറാൻ പാടില്ല. അവിടെ ആ ബംഗ്ലാവിലേക്ക് ചുറ്റിപ്പറ്റിയ ഒരു കഥ നടക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മിസ്റ്റീരിയസ് പാസ്റ്റിലേക്ക് പോകും. പിന്നെ ഇടയിലൊരു കോമഡിയും കാര്യങ്ങളും ഹൊറർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ ഒരു പാസ്റ്റിലെ ഒരു ഇമോഷണൽ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. മൊത്തത്തിലൊരു ഹൊറർ കോമഡി ചിത്രമായിട്ടാണ് ഇത് രൂപീകരിക്കുന്നത്. ബട്ട് വർക്കൗട്ട് ആയെന്ന് ചോദിച്ചാൽ എനിക്ക് 100% വർക്കൗട്ട് ആയില്ല. എന്തിനു വേണ്ടി തിളയ്ക്കുന്ന ഒരു സാമ്പാറിനെ പോലെ ഒരു സിനിമ പ്രിയദർശൻ അക്ഷയ് കുമാറിനെയും തബുവിനെയും വാമിക ഗാമിയും വെച്ച് പണി വെച്ചിട്ടുണ്ട് എന്നല്ലാതെ ഒരു ഹൊറർ കോമഡി ലേബലിനോട് ഒരു ജോണറിനോട് ബന്ധപ്പെട്ട് അത് വിജയകരമായിട്ട് വന്നു എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല. നിങ്ങൾ ഇനി കാണുവാണെങ്കിൽ കണ്ടിട്ട് എങ്ങനെയാണെന്നും കൂടെ കമൻറ്റ് ചെയ്തേക്കും. മറക്കാതെ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത മൂവി റിവ്യൂ ആയിട്ട് വരാൻ ഗൈസ്. അപ്പോൾ ബൈ.